Rojan driving in England, London. This is the Tower Bridge. There's Jesse's car in front. Jesse's car is in front. We are going to Cornwall. This is Tower Bridge. Yesterday we have come here to Tower of London to take the Westminster to Tower Hill. We have taken a cruise ride on Thames River. These are all the main cities in London. So it's a privilege that Rojan is getting to drive here and there is some kind of a march parade going. I'll take a video of this. Very good that we have got something to take a video for. We got a traffic signal, so it's easy for us to take a video. I think there is someone അവരെയൊക്കെ കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനെയൊന്നും ആളുകൾ മരിച്ചു പോകാൻ തോന്നാരും ഫ്യൂണറൽ സർവീസ് ആണോ. ഇതൊക്കെ നമ്മുടെ വെസ്റ്റ്മിനിസ്റ്റർ ആബി, ബക്കിംഗ്ഹാം പാലസ്, ഇതെല്ലാം ഇത് അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. Just taking a video. 20-യുടെ സ്പീഡ് ലിമിറ്റാണ്. ഓക്കെ, നമ്മൾ പിന്നെ സ്പീഡ് ലിമിറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ലെയിൻ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം നമുക്കിവിടെ. അത് വലിയൊരു കാര്യം, ഇവിടുത്തെ ലെയിൻ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക എന്നുള്ളത് നല്ല രസമാണ്. ഞാൻ ഒന്നും മിസ്സാകത്തില്ല, എല്ലാം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ജോർജ് കുര്യൻ ഡ്രൈവിംഗ്. ലണ്ടനിൽ ചെന്നപ്പോഴാണ് ശരിക്കും ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ ലണ്ടൻ റോഡ്സിൽ നമുക്ക് വണ്ടി ഓടിക്കാമെന്ന് ഒരു പുതിയ ഇൻഫർമേഷനായിരുന്നു. പിന്നെ ലണ്ടനിൽ വണ്ടി ഓടിക്കാൻ വലിയ പ്രയാസമില്ല, കാരണം നമ്മൾ ഇന്ത്യൻ ഡ്രൈവിംഗ് സ്റ്റൈൽ തന്നെയാണ് ലണ്ടനിലും. റൈറ്റ് സൈഡിലാണ് ഡ്രൈവേഴ്സ് സീറ്റ്. പിന്നെ ട്രാഫിക് സിഗ്നലുകളെല്ലാം നോക്കി ലെയിൻ ഡിസിപ്ലിൻ പാലിക്കുവാണെങ്കിൽ ഏതൊരു ഇന്ത്യയിൽ വണ്ടി ഓടിക്കുന്ന ഒരാൾക്കും നല്ല രീതിയിൽ തന്നെ ലണ്ടനിൽ വണ്ടി ഓടിക്കാൻ പറ്റും എന്ന് ഇപ്രാവശ്യം മനസ്സിലായി. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ കാണുന്ന ലണ്ടൻ ഐ ആണ് ആ സൈഡിൽ കണ്ടത്. കാണുകയാണെങ്കിൽ ലണ്ടനിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. റോജൻ ഒരു സമയം കിട്ടിയപ്പോൾ ഒരു ഹായ് തന്നതാണ്. അപ്പം ഏതായാലും റോജനും ഈ കാറിൻ്റെ പല പല ഫീച്ചേഴ്സ് ഇതിൻ്റെ ഇടയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റ് സ്ക്വയറും ട്രഫൽസ്കർ സ്ക്വയറിൻ്റെയും അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ലണ്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഞാൻ എൻ്റെ മുഖം കൂടെ കാണിച്ച് ഞാൻ ലണ്ടനിലാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വീഡിയോ ആണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്ന ഓരോ ബിൽഡിങ്ങിനും ഓരോ ഹിസ്റ്ററി ഉണ്ടെന്നുള്ളതാണ്. കാരണം ലണ്ടൻ തന്നെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു സ്ഥലം. അതിനകത്തെ ഓരോ ബിൽഡിങ്ങിനും ഒട്ടേറെ ജനറേഷൻസിൻ്റെ കഥ പറയാനുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ആളുകൾ ആണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും ഒത്തിരി ഡിഫറെൻ്റാണ് നമ്മളിൽ നിന്നും. കാരണം പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ട്രാഫിക് സിഗ്നൽ വന്നാൽ അത് ഫോളോ ചെയ്യാനൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ്. കാരണം നമുക്ക് ഒന്ന് ട്രാഫിക് സിഗ്നൽ വന്നാൽ അതിനെ എങ്ങനെ വയലേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാമെന്ന് പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാമെങ്കിലും ഇവിടെ അങ്ങനെ ആളുകൾക്ക് അത്ര ഒരു ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് കണ്ടിട്ടില്ല. കാരണം എവിടെ നിന്നാലും അവർ വളരെ കൂളായിട്ടും ശാന്തമായിട്ടും കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ അത്ഭുതവും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ പല ബിൽഡിങ്ങുകളും ബോംബെയുടെ ഒരു മെയിൻ ബോംബെ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ബിൽഡിങ്സും കാര്യങ്ങളുമെല്ലാം നമുക്ക് പലപ്പോഴും ഇതുമായിട്ട് ഒത്തിരി താരതമ്യം ചെയ്യുമ്പോൾ സെയിം ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ബോംബെ ഹൗസ് അല്ലെങ്കിൽ ബോംബെ ഹൈക്കോർട്ടിൻ്റെ ആ വരികളിലൂടെ എല്ലാം പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സെയിം സ്ട്രക്ചർ ബിൽഡിങ്സ് പലപ്പോഴും കാണാം. അപ്പം അതും ലണ്ടനിൽ തന്നെ വന്ന് നമുക്കത് കാണുവാൻ സാധിക്കുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട പോലെ തോന്നും. പിന്നെ ഗൂഗിൾ മാപ്പ് ഒരു വലിയ സഹായമാണ്.
ഏതൊരു നാട്ടിൽ ചെന്നാലും നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് മറ്റുള്ളവരുടെ. ഇവിടെയൊന്നും ആളുകൾ വരിയിലിറങ്ങി ഇവിടെ അടുത്തത് എങ്ങനെ പോകണം എന്നൊക്കെ ചോദിക്കുന്ന വളരെ അപമാനകരമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ തന്നെ വി ഷുഡ് ബി സെൽഫ് സഫിഷ്യൻറ്റ് എന്നുള്ളൊരു ഫിലോസഫി ജീവിക്കുന്ന ആളുകളാണ്, ആ ഒരു കൾച്ചർ. അതുകൊണ്ട് ഇവിടെ ആരും ഒന്ന് ഗ്ലാസ് ഒന്ന് താത്തിയിട്ട് നെക്സ്റ്റ് ഇനി ഏത് വരിക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എത്താൻ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളൊരു ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. എല്ലാം ഗൂഗിൾ മാപ്പ് ആണെങ്കിലും വളരെ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു തരുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആളുകളൊക്കെ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ ഓട്ടമോ പിടുത്തമോ ഒരു സെക്കൻഡിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ മുന്നിൽ പോകുന്നത് ജെസ്സിയുടെ വണ്ടിയാണ്. ജെസ്സിയുടെ വണ്ടിയിലാണ് പപ്പയും മമ്മിയും മിന്നുകുട്ടിയും പിന്നെ റിയാനയും ഉള്ളത്, ജെസ്സിയും. എൻ്റെ വണ്ടിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും റോയിച്ചനും മാത്രമേ ഉള്ളൂ. ഞാനാണ് റോയിച്ചൻ്റെ എല്ലാം ഗൂഗിൾ മാപ്പും എല്ലാം പറഞ്ഞു കൊടുത്ത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ. പിന്നെ അവിടുത്തെ ബസ്സാണ്, ബസ് ലെയിൻ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. ആ ലൈനിൽ കൂടെ ബസ് മാത്രമേ പോകത്തുള്ളൂ. ആ ലൈനിൽ നമ്മൾ പോയാൽ, വണ്ടി ഓടിച്ചാൽ അത് ശിക്ഷാർഹമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലെയും ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെ നമുക്കിങ്ങനെ പോകുമ്പോൾ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏതായാലും ജെസ്സിയുടെ വണ്ടി മുന്നിലുള്ളതുകൊണ്ട് ഗൂഗിൾ മാപ്പ് അത്രയും നോക്കിയില്ലെങ്കിലും നമ്മൾ കറക്റ്റ് വരിയിൽ തന്നെയാണ് പോകുന്നതെന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ 20യുടെ ലെയിൻ ആകുമ്പോൾ അത് 20യുടെ ഒരു സ്പീഡ് ലിമിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് ലിമിറ്റ് ഇത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ കൂടെ നമുക്ക് ആക്ച്വലി പോകാൻ മേല ബസ് ഉണ്ടെങ്കിൽ ആ വരി പോകുന്നത് ശരിക്കും ശിക്ഷാർഹമാണ്. പിന്നെ ഇത് അവിടുത്തെ സ്ട്രീറ്റിലുള്ള വരികളിലുള്ള കടകളാണ്, അവിടെയൊക്കെ വളരെ എക്സ്പെൻസീവാണ്. ഫുഡും ക്ലോത്തിങ്ങുമാണ് പലപ്പോഴും അവിടെ വളരെ എക്സ്പെൻസീവായിട്ട് തോന്നി. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ താമസിക്കാൻ പറ്റുന്നതും അവിടെ ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റുന്നതും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഇവിടെ ഒരു $10 അല്ല 10 പൗണ്ട്സിന് മേടിക്കുന്നൊരു ഉടുപ്പ് 1000 രൂപ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു 100 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ആ ടീഷർട്ട് കിട്ടും. അപ്പം അത്രയോ ചീപ്പാണ് നമ്മുടെ ഇന്ത്യയിൽ ഓരോ വസ്ത്രത്തിനും. അതുപോലെ ഭക്ഷണമാണെങ്കിൽ എത്ര നല്ല വെറൈറ്റി ഫുഡ് നമുക്ക് കിട്ടും, പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. മരങ്ങളും ഒക്കെ വരിയിലുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ട്രാഫിക്കിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ സന്തോഷം പങ്കിടുകയാണ്. എൻ്റെ ഒരു വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് ഓരോ ബിൽഡിങ് കാണുമ്പോൾ എല്ലാം ഒരുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് വിവരിക്കാനുള്ള ഒരു വിവരം എനിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇറ്റാലിയൻ സയൻസ് സ്റ്റോറി എൻ്റെ അമ്മേ, പിന്നെ കെൻസിങ്ടൺ എനിക്ക് തോന്നുന്നു പാലസ് എനിക്ക് തോന്നുന്നു ഈ വരിക്ക് എവിടെയോ ആണെന്ന് പറഞ്ഞു കേട്ടു, ഏതാണ് എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം ഇതെല്ലാം എല്ലാ ബിൽഡിങ്ങും അത് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ അറിയത്തില്ല. ഇത് കാണുമ്പോൾ നമ്മുടെ CST നമ്മുടെ മുംബൈയിൽ നമുക്കൊരു ഛത്രപതി ശിവാജി ടെർമിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രൂപം സെയിം ഇതുമായിട്ട് വളരെ കമ്പയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവർ തന്നെയാണ് ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം ആ സാമ്യം. എന്നിരുന്നാലും നമ്മുടെ യാത്ര എന്ന് പറയുന്നത് യാത്രയുടെ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, വരിയിലെ കാഴ്ചകളാണ് ഒരു യാത്രയെ ഏറ്റവും കൂടുതൽ അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഈ ഒരു യാത്രയിൽ കൂടെയാണ്. ഭംഗി ഉള്ള വരികളും ബിൽഡിങ്ങുകളും ഒക്കെ നമ്മുടെ യാത്രയെ കൂടുതൽ മോടി പിടിപ്പിക്കുന്നതാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു യാത്രയിൽ എനിക്ക് ലഭിച്ചത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എനിക്ക് തോന്നുന്നു ഒരു 7 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്താലേ നമ്മൾ കോൺവോൾ എന്ന സ്ഥലത്തോട്ട് എത്തത്തുള്ളൂ. അതൊരു ബീച്ച് സൈഡാണ്. അതിനുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ചേർക്കുന്നതാണ്. എന്നിരുന്നാലും ഇവിടെ വരച്ചിരിക്കുന്ന ഓരോ കളങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം ട്രാഫിക് റൂൾസ് ഈ ദൃശ്യഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. അത് ഭയങ്കരമാണ്. പിന്നെ ബസ് സ്റ്റോപ്പുകളാണ് ലെഫ്റ്റിൽ കാണുന്നത്. പിന്നെ ഇവിടെ വൈഫൈ പോൾസ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൈക്കിളിന് പോലും ഇവിടെ ഒരു ലെയിനുണ്ട്. അപ്പോൾ സൈക്കിൾ ഓടിക്കുന്നവർക്കാണേലും വളരെ ഭംഗിയോടെ ഒരു ട്രാഫിക്കിൻ്റെയും പ്രയാസമില്ലാതെ മുമ്പോട്ട് പോവാം. അവർക്കും ട്രാഫിക് സിഗ്നലുണ്ട് സൈക്കിളിനും. അത് വലിയൊരു ആദ്യമായിട്ട് കണ്ടൊരു സംഭവമാണ്. പിന്നെ ഈ ഓരോ വരയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മൊത്തം അറിയത്തില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
എന്നിരുന്നാലും നമ്മൾ ലണ്ടൻ സിറ്റി വിട്ടു. നമ്മളിനി ഒരു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സ്റ്റോറേജ് ഹൗസസ്, ഇങ്ങനെ സെൽഫ് സ്റ്റോറേജ് ഹൗസസ് ആമസോണിൻ്റെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെ വെയർ ഹൗസസ് എന്ന് പറയും, അവരെല്ലാം അവിടെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ കിയയുടെ ഷോറൂം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, നമ്മുടെ കാണുന്ന കാറുകളുടെ ഒക്കെ ഒരു കളക്ഷൻ. പിന്നെ പല എല്ലാ ബിൽഡിങ്ങും അതിൻ്റേതായിട്ടുള്ള മെച്ചമുണ്ട്. പിന്നെ ഏതായാലും ഇപ്പോൾ നമ്മൾ സിറ്റി ലിമിറ്റ് വിട്ടെന്ന് തോന്നുന്നു, മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് റിയാനയും മിന്നുകുട്ടി നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈവേ തന്നെ ഇടയ്ക്ക് നമുക്ക് ഒരു ഡീറ്റൂർ എടുത്ത്, ഒരു വളരെ ചെറിയൊരു ഡീറ്റൂർ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേഷൻസ് ഉണ്ട്, ഓരോ സർവീസ് സ്റ്റേഷൻസ്. ഈ സർവീസ് സ്റ്റേഷൻസിൽ നല്ല സ്റ്റാർബക്സും KFC, സബ്വേ ഇങ്ങനെയുള്ള പല നല്ല കടകളുണ്ട്. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം, കാപ്പി കുടിക്കാം, കുട്ടികൾക്കൊരു ചെറിയ പ്ലേ ഏരിയ. അപ്പം അങ്ങനെ ഞങ്ങൾ നിർത്തിയപ്പം റിയാനയും മിന്നുകുട്ടിയും നന്നായിട്ട് അവരവരുടെ ടൈം വൈസ്ലി ഇത് യൂസ്ഡ്. അപ്പോൾ കാറിലിരുന്ന് അവർക്ക് അധികം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവരുടെ സമയം നന്നായിട്ട് വിനിയോഗിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും അവരവരുടെ ഒരു ലോകത്താണ്. നമ്മളുമായിട്ടൊരു ഫോട്ടോ സെഷന് വരാൻ പറഞ്ഞപ്പോൾ പോലും അവർക്ക് സമയമില്ലെന്നാണ് പറഞ്ഞത്. ഏതായാലും റിയാന ഉള്ളതുകൊണ്ട് മിന്നുവിൻ്റെ സമയവും ഒട്ടും പോയില്ല. ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴി ചോദിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന സമയത്ത് മിന്നുക്കുട്ടിയും റിയാനയും കൂടെ ആ വരിയിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുക. ഇതാ നമ്മൾ ആ പ്ലേസിൽ തന്നെ എത്തി. ഏതായാലും റിയാനയും മിന്നുകുട്ടിയും നല്ല ഹാപ്പിയാണ്. കാരണം നേച്ചറുമായിട്ട് ഒത്തുള്ള ഒരു സ്ഥലമാണെന്ന് അവർ പറഞ്ഞത്. നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതെന്ന് അവർ പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് കളിക്കാനും ഓടാനും ചാടി മറിയാനും ഒക്കെ പറ്റിയൊരു സ്ഥലം. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കാണുന്ന പോലെയുള്ള ഓട്ടോ മറിച്ചിലൊന്നും പിള്ളേരിലില്ല. വളരെ ഡീസൻറ്റ് പിള്ളേരാണ്. അങ്ങനെ ഒരു കുസൃതി കാണിച്ച് നിൽക്കുന്ന പിള്ളേരൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും അത്ഭുതത്തോടെയാണ് നമ്മൾ ഈ ഒരു കെട്ടിപ്പിടുത്തം പോലും അവർ കാണുന്നത്.